നിന്റെ ശൗര്യമൊക്കെ അടങ്ങിയോ? സുതി വിളിച്ചപ്പോ നീ തുള്ളിച്ചാടിപ്പോയത് എന്തിനാണെന്ന് എനിക്കറിയാം. ഒരു പകലും ഒരു രാത്രിയും കോവളത്തൊരു റിസോർട്ടിൽ അവന്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ. ഒടുവിൽ എന്തായി? ആ രാത്രി തന്നെ വാരിക്കെട്ടി തിരിച്ചു വന്നു. ഒടുവിൽ നീ നിന്റെ തടവറയിലുമായി. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, നിന്റെ ജീവിതചക്രം ഇവിടെ പൂർത്തിയാവില്ലെന്ന്. ഏത് നിമിഷവും നീ കൊല്ലപ്പെടും. ഒരിക്കലും ഒരാൾ നിന്റെ മുറിയിൽ കയറി വന്നിട്ട് നിനക്കത് മനസ്സിലായില്ല. ഇത് നിന്റെ നേരെയുള്ള രണ്ടാമത്തെ അറ്റാക്ക്. പ്രതാപേട്ടൻ പറയാതെ തന്നെ എനിക്കറിയാം ആരാ എന്റെ ജീവന് വേണ്ടി എന്റെ പിന്നാലെ നടക്കുന്നതെന്ന്. നിനക്ക് എന്തറിയാമെന്ന്? ഒന്നും അറിയില്ല നിനക്ക്. ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അല്ല സത്യം. ഒരിക്കൽ നീ കാരണം അപവാദം കേട്ടവനായി ഞാൻ. ആ കളങ്കം എന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ടുമില്ല. ഇപ്പം നീ കാരണം മറ്റൊന്നുകൂടി. പ്രതാപേട്ടനെ ഞാൻ എങ്ങനെ അപമാനപ്പെടുത്തിയെന്നാ പറയുന്നത്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഇവിടെ നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന വിശ്വാസം പലരിലും വന്നു കഴിഞ്ഞു. ഇതൊരു പഴമൊഴിയല്ല. നിന്നെ രക്ഷിച്ചത് ഞാൻ തന്നെയാ. നിന്റെ പിന്നിൽ ശത്രു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കരുതൽ ഞാനും എടുത്തു. നിന്റെ ഭർത്താവിന് അതിനുള്ള കഴിവില്ലല്ലോ. നിങ്ങളുടെ പിന്നാലെ എൻ്റെ ആളുകളെ ഞാൻ വിട്ടു. ഒരു പ്രൊഫഷണൽ കില്ലറാ നിന്നെ തേടി അവിടെ വന്നത്. അവന്റെ പൊടി പോലും ഇപ്പോൾ ഇല്ല. ഞാനിതൊക്കെ ചെയ്തതേ നിന്നെ ഓർത്തു മാത്രമാ. അത് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധി നിനക്കുണ്ടാവണം. നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാകും. കണ്ണീരും കൈയുമായി ഇറങ്ങിപ്പോകാനല്ല നോക്കേണ്ടത്, പിടിച്ചു നിൽക്കാനാ. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുക, സുധീരുള്ള പ്രതീക്ഷ നീ ഇതോടെ അവസാനിപ്പിച്ചേക്കും. അല്ല, നിന്നെ കൊല്ലാമെന്ന് പറഞ്ഞവൻ ആരാ? അത് നീ പറയണം. നീ ആരെ കണ്ടില്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് എങ്ങനെ പുറത്തറിഞ്ഞു? നീ ആരെങ്കിലും വിളിച്ചു പറയുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നു? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. അതോ ഇതും മുമ്പത്തെ പറയുന്ന നമ്പരാണോ? ആ പ്രതാപേട്ടൻ എന്താ ഇവിടെ? അല്ല, ആ സംഭവം ഞാൻ ഇവളോട് ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. എന്നിട്ട് അറിഞ്ഞോ? അറിഞ്ഞെങ്കിൽ പ്രതാപേട്ടൻ പോ. ഇല്ല, ഇവളൊന്നും പറഞ്ഞില്ല. പ്രതാപേട്ടനോട് പോവാനാ പറഞ്ഞത്. എന്തൊരു കഷ്ടോ ദൈവമേ ഇത്. നീ വീണ്ടും തുടങ്ങിയല്ലേ? നിങ്ങളുടെ ഭർത്താവാ ഇങ്ങോട്ട് കയറി വന്നത്. നീ എന്താടി നാവെടുക്കുന്നോ? ചോദിച്ചതിന് മറുപടിയേ ഞാൻ പറഞ്ഞുള്ളൂ. യമുനയെടുത്ത് എന്റെ നേരെ തട്ടിക്കയറാൻ വരണ്ട. ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടതേ സ്വന്തം ഭർത്താവിനെയാ. എന്റെ ഭർത്താവിന് എന്താടി കുഴപ്പം? അത് മനസ്സിലാക്കാൻ കഴിയാത്തതാ യമുനയുടെ കുഴപ്പം. നിന്നോട് വിവരങ്ങൾ ചോദിച്ചറിയാനല്ലേ ആ മനുഷ്യൻ വന്നത്? എങ്കിലെന്തിനാ യമുനയെടുത്ത് ചൂടാവുന്നേ? ജയിച്ചു നിൽക്കുകയാണെന്ന് നീ കരുതണ്ട. അതെ, ഞാൻ ജയിച്ചു തന്നെ നിൽക്കുക. മരണത്തിന്ന് ജയിച്ചു വന്ന ഞാൻ അല്പം സന്തോഷിക്കുന്നതിൽ തെറ്റുണ്ടോ യമുനയെടുത്തി? പോയി കിടക്കുന്നു വിദ്യേ. എന്താ സുഗുണേട്ടാ? ഇന്നിവിടെ ആരെങ്കിലും വന്നോടി? എന്താണ് കിടന്ന് തൊള്ള കീറുന്നത്? നീ ചോദിച്ചതിന് ഉത്തരം പറയടി. ആ, ഒരാള് വന്നിരുന്നു. ആരാ അവൻ? വേഗം പറയടി. ആരാ? എടാ, നീ തൊള്ള ഓർക്കാതെ കാര്യം പറയടാ. അമ്മ ഒന്നും മിണ്ടാതിരി. വിവരങ്ങൾ ചോദിച്ചറിയാൻ വന്നതെന്നാ പറഞ്ഞത്. എന്ത് വിവരം? പറയടി, എന്തോന്ന് വിവരം? സെൻസസ് എടുക്കാൻ വന്നതെന്നാ തോന്നിയത്. വീട്ടിലെ അംഗങ്ങൾ, പേര്, വിവരം ഒക്കെ ചോദിച്ചു. എന്നിട്ട് നീ എല്ലാം പറഞ്ഞ? പിന്നെ പറയണ്ടേ? അതിലെന്താണാ തെറ്റ്? എന്റെ അമ്മ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറിക്ക് ആള് വന്നതാ. അതെ, നീ ആരാന്നാ പറഞ്ഞത്? സുഗുണേട്ടന്റെ ഭാര്യയാണെന്ന്. മറ്റവളെ പറ്റി എന്താ പറഞ്ഞ? വേറെ സ്ത്രീകൾ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ പേര് പറഞ്ഞു. പിന്നെ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ വേലക്കാരി ഉണ്ടെന്ന് പറഞ്ഞു. അവളുടെ പേര് പറഞ്ഞോ? ചോദിച്ചാ പറയണ്ടേ? അശ്വതി എന്ന് പറഞ്ഞു. അയാൾ എഴുതിയെടുത്തതിൽ നീ ഒപ്പിട്ട് കൊടുത്തോ? ഒപ്പിടാൻ പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. വെളിച്ചപ്പാട്ടിനെ പോലെ തുള്ളാതെ കാര്യം പറയടാ. എന്റെ തൊപ്പി പോയമ്മേ.
ഇനി ആ കടലാസിങ്ങി കൈ കിട്ടിയാൽ മാത്രം മതി. നീ എന്തൊക്കെയാ സുഗുണ പറയുന്നത്? നീ കള്ളം കുടിച്ചോണ്ടാണ് അവിടെ കയറി വന്നിരിക്കുന്നത്. കള്ളല്ല, എനിക്കിപ്പോ വിഷം കലക്കി കുടിക്കാനാ തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു സുഗുണേട്ടാ. അമ്മേ, ഞാൻ വീണ്ടും ഒന്ന് കെട്ടിയെന്ന് SP ആരോ പരാതി അയച്ചു. അതിന്റെ എൻക്വയറിക്ക് ആള് വന്നത്. ഓ, എല്ലാം ഇപ്പൊ തെളിഞ്ഞില്ലേ? അയ്യോ, ചതിച്ചോ? ആ ഭാവി, നീ എന്റെ കുഞ്ഞിന്റെ പണി കളഞ്ഞോടി. പണി പോയമ്മേ. ഏത് ദ്രോഹിയായി കടുങ്കൈ ചെയ്തത്? ഭഗവതി അവന്റെ തലയിൽ ഇടുത്തേ വീഴും. നശിച്ചു പോവത്തേ ഉള്ളവൻ. ആരാടാ മോനെ നിന്നോട് ഇത് ചെയ്തത്? സംശയിക്കാൻ ഒരുത്തമുണ്ട്. അവൻ തന്നെ ഇത് ചെയ്തു. മനോഹരൻ. എന്നോടവന് പണ്ടേ കലിപ്പായിരുന്നു. അവനും പോലീസുകാരനാണോടാ? അതെ. ഇതിനൊക്കെ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. എടി, ഹോസ്പിറ്റലിൽ ഞാനൊന്നും വരുന്നില്ല എന്ന് നിന്നോട് പറഞ്ഞല്ലേടി. നമ്മള് ബൈക്കിൽ ചെന്നിറങ്ങുമ്പോ മനോഹരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ വരുമെന്ന് ഞാൻ കരുതിയതാണോ? പെൺബുദ്ധി എന്നും പിൻബുദ്ധിയാടാ സൂണ. അനുഭവിച്ചോ? ഇനി തെണ്ടി തിരിഞ്ഞ് അടക്കാലോ. സസ്പെൻഷൻ ഉറപ്പാണോ സുഗുണേട്ടാ? ഡിസ്മിസലായിരിക്കും ഉണ്ടാവുക. മൂഷിക സ്ത്രീ, പിന്നെയും മൂഷിക സ്ത്രീ. ദൈവമേ, എനിക്ക് വയ്യ. നാണമില്ലാതെ പിന്നെ എന്തിനാ നിങ്ങൾ അവളെ കാണാൻ പോയത്? അവിടെ സംഭവിച്ച എന്താണെന്ന് എനിക്കറിയണമെന്ന് തോന്നിയിട്ടാ. അതിനെന്നെ വിളക്കാൻ നിനക്ക് കഴിയും. ഈ വിവരം മറ്റാരെങ്കിലും അറിഞ്ഞാലുള്ള പുകിൽ എന്താണെന്ന് പ്രതാപേട്ട ഓർത്തിട്ടുണ്ടോ? ഇനി ഇവിടെ ഉള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അത് ചില്ലിട്ട് വെച്ച് ജീവിക്കാൻ ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എന്നെ എല്ലാവരും ഒഴിവാക്കിയെന്ന് വെച്ച് കുടുംബത്തിനൊരു വിഷയം ഉണ്ടായാൽ കണ്ടില്ലെന്ന് വെക്കാൻ തയ്യാറല്ല ഞാൻ. അവിടെ എന്താണ് ഉണ്ടായെന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ അവക്കേ കഴിയും. അവൾ എന്തെങ്കിലും പറഞ്ഞോ? അതിനു മുമ്പ് വാളും പരിചാരി നീ അങ്ങ് ചാടി വീണില്ലേ? നിന്റെ കണ്ടി മറ്റൊന്നല്ലേ? പ്രതാപേട്ടന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, അവള് നല്ലവളല്ല. അവളെ കാണാൻ രാത്രിയിൽ ഒരാൾ വരുന്ന കാര്യം എനിക്കറിയാം. ഓ, ആരാണവൻ? ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾക്ക് പരിഹാസ. അന്നൊരു ദിവസം രാത്രി അവിടെ മുറി വന്നത് ആരാ? ഞാനാണെന്ന സംശയം നിനക്ക് മാറിയല്ലോ. ദേ പ്രതാപേട്ട, കാര്യം അത്ര നിസ്സാരമൊന്നും അല്ല. പെണ്ണിന് വിശേഷം ഉണ്ടായാലേ അതെല്ലാരും കൂടി പ്രതാപന്റെ തലയെ കെട്ടിവെക്കും. ആ പേടി എനിക്കിപ്പോ ഉള്ളത്. അപ്പോൾ അതാണ് നിന്റെ പ്രശ്നം. കള്ളി വെളിച്ചത്താവുമ്പോഴേ അവക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും. ഇനി അവളുടെ കരുത്തിൽ താലി കെട്ടി ഒരുത്തനില്ലേ? അവള് ഗർഭിണിയായാൽ അതിന്റെ ഉത്തരവാദിത്വം അവനല്ലേ? സുധി അഞ്ജലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തറിയാന്ന? രാത്രി അവൻ പാത്തും പതുങ്ങിയും അവളുടെ മുറിയിൽ പോയിട്ടില്ലെന്ന് ആർക്ക് ഉറപ്പ് പറയാനാകും? ഇനി അവളുമായിട്ടൊരു പകൽ അവനാ റിസോർട്ടിൽ കഴിഞ്ഞില്ലേ? അവളെ സ്നേഹിക്കാനൊന്നും അല്ല സുധി കൊണ്ടുപോയത്, കൊല്ലാനാ. അവന്റെ മനസ്സെന്താണെന്ന് ഊഹിച്ചുകൂടെ? മരിക്കാൻ പോകുന്നവളാണെന്ന് കരുതി അവൻ ദുഃഖാചരണം നടത്തുമെന്ന് ബുദ്ധിയുള്ള ആരും പറയും. നീ പറഞ്ഞതുപോലെ അഞ്ജലി പ്രഗ്നന്റ് ആയാൽ സുധിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവൻ അതിന് തുനിഞ്ഞാൽ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. അഞ്ജലിയുടെ കുഞ്ഞ് ഈ വീട്ടിൽ വളരും. ഈശ്വര, എന്തൊക്കെയാ ഈ മനുഷ്യൻ പറയുന്നത്? സുധി 3.5 പവന്റെ ഒരു താലിമാല അവളുടെ കഴുത്തിൽ കെട്ടിയെന്ന് വെച്ച് വിധി എങ്ങനെയടി മാറുന്നേ? ബാലമ്മയുടെ ഭാര്യ മരിച്ചത് അങ്ങനെയാണോ? എല്ലാ അർത്ഥത്തിലും അവൾ അവന്റെ ഭാര്യയാകണം. എങ്കിൽ മാത്രമേ അവന്റെ ജാതക വിധി ഫലിക്കൂ. ഇപ്പോഴെന്താ കാണുന്നത്? സുധി ഇപ്പോഴും ബാച്ചലറിനെ പോലെ നിൽക്കുമല്ലേ? അവളും അതുപോലെ തന്നെ. എന്നിട്ട് അവളുടെ മരണത്തിന് വേണ്ടി കുറെ വിഡ്ഢികൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. വിവാഹം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്ന്. എടി, ചിലപ്പം പ്രസവത്തിലൂടെ ആയിരിക്കും അവൾ തട്ടിപ്പോകുന്നത്. അങ്ങനെയല്ലേ ബാലമ്മയുടെ ഭാര്യ മരിച്ചത്? സുധിക്കും സാന്ദ്രയ്ക്കും ആ കുഞ്ഞിനെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ മക്കളില്ലാത്ത മറ്റാരെങ്കിലും ഏറ്റെടുത്ത് വളർത്തട്ടെ.
ഞാനീ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രതാപൻ സംഭവിക്കാൻ സാധ്യതയുള്ളതേ പറയൂ, നടപ്പാക്കാൻ കഴിയുന്നതേ ചെയ്യൂ. കുടുംബത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്, എന്റെ ജീവൻ നിലനിർത്താനാ. ഇക്കാര്യത്തിൽ സുധിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്നെ ഓർത്തൊരു ഉത്കണ്ഠ ഉണ്ടായാൽ മാത്രം മതി. സാന്ദ്ര വിചാരിച്ചാൽ അത്ര നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ അത്? എനിക്കത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുണ്ട്. റിസോർട്ടിലേതോ സാമൂഹ്യ വിരുദ്ധർ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഞാൻ കേട്ടത്. അതിന്റെ പേരിൽ കേസും ഉണ്ടായത്രേ. എന്റെ വാക്ക് വിശ്വസിക്കാൻ സുധിയേട്ടന് ഇപ്പോഴും കഴിയുന്നില്ല. അഞ്ജലിയെ കൊല്ലുകയാണ് സാന്ദ്രയുടെ ഉദ്ദേശമെങ്കിൽ എവിടെ നിന്ന് അവൾക്ക് അതിനുള്ള ആളുകളെ കിട്ടും? അവള് മാത്രമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സുധിയേട്ടൻ ആ റിസോർട്ടിലാ താമസിക്കുന്നതെന്ന് അവക്കറിയായിരുന്നു. ഞാൻ കോവളത്തുണ്ടെന്ന് വീട്ടിലെല്ലാവരും അറിഞ്ഞിരുന്നു. റിസോർട്ടിന്റെ പേരും പറഞ്ഞിരുന്നു. അഞ്ജലി കൂടെയുള്ള വിവരം ആർക്കും അറിയില്ലായിരുന്നു. അവളത് ഊഹിച്ചു കാണും. അവളോടുള്ള നീരസം കൊണ്ട് അഞ്ജലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അഞ്ജലിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അവിടെ ആരും വന്നിട്ടില്ല. ഉദ്ദേശം അതായിരുന്നെങ്കിൽ അവർക്കത് ചെയ്യായിരുന്നില്ലേ? വാതിൽ തുറന്നിട്ടും അവരതിന് ശ്രമിക്കാതെ പോയി. ഇനി ഞാനൊന്നും മറയ്ക്കുന്നില്ല. ആ ശശാങ്കൻ ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമ്മളെപ്പറ്റി അയാൾ സംസാരിച്ചത്. റിസോർട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളൂന്നും ആളെ പറഞ്ഞു വിടാനും അയാൾ പറഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ സുധിയേട്ടനെ വിളിക്കാൻ തുടങ്ങിയതാ. പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞ് ആ കൊലയാളി എവിടെ എത്തിയത്. എന്തുകൊണ്ട് ആ സമയം അഞ്ജലി അത് എന്നോട് പറഞ്ഞില്ല? ശശാങ്കനെ കയ്യോടെ പോലീസിൽ ഏൽപ്പിക്കായിരുന്നല്ലോ. അയാൾ പറയാൻ പോകുന്ന പേര് ബാലമാമയുടേതാവും. ശശാങ്ക ഫോണിലൂടെ സംസാരിച്ചത് ഒരു പുരുഷനോടാ. സാറെന്ന് അയാൾ വിളിച്ചത്. ബാലമാമ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? സാന്ദ്ര ആവശ്യപ്പെട്ടിട്ട്. അഞ്ജലി പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അരുത്, ഇവിടെ ഞാൻ ഒറ്റപ്പെടും. ഒരു തെളിവും എന്റെ കയ്യിലില്ല. അമ്മ എന്നോട് ക്ഷമിക്കുമെന്ന് സുധിയേട്ടൻ കരുതുന്നുണ്ടോ? ഇവിടെ നിന്നെ പുറത്താക്കും. സുധിയേട്ടൻ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ചെന്ന് പറ. പിന്നെ എന്നെ രക്ഷിച്ചത് താനാണെന്ന അവകാശവുമായി പ്രതാപേട്ടൻ വന്നു. പതിവ് പോലെ സുധിയേട്ടനെ പഴി പറയാനും മടിച്ചില്ല. എന്റെ ജീവന് വേണ്ടി ഇവിടെ ചിലരൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പ്രതാപേട്ടന്റെ അസുഖം എന്താന്ന് എനിക്കറിയാം. സുധിയേട്ടൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നെ ഇനി ഈ മുറിയിൽ അടച്ചിടരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഭാര്യ എന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അത് തെളിയിച്ചു കൊടുക്കാനാ നോക്കേണ്ടത്. സുധിയേട്ടനത് ചെയ്യാൻ ധൈര്യപ്പെടാത്തിടത്തോളം കാലം എന്റെ ജീവൻ അപകടത്തിലാ. എന്റെ മാനത്തിന് പ്രതാപേട്ടൻ വില പറയുകയും ചെയ്യും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സുപ്രിയ മാഡത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല, പ്രിയയുടെ ആറ്റിറ്റ്യൂഡിൽ ഇപ്പം മാറ്റമൊന്നുമില്ല. സാറിനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടെ വന്നത്. നമ്മുടെ പ്രതീക്ഷകളെ പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. അയ്യോ, അപ്പോൾ ഈ പ്രോജക്റ്റ് നടക്കില്ലെന്നാണ് സാറ് പറയുന്നത്? ശബരിയുടെ ഈ പ്രോജക്റ്റ് ഇവിടെ നടക്കില്ല. അത് നേരിട്ട് കണ്ട് പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. സുപ്രിയ മാഡം എന്ത് പറയുന്നു? അവൾക്ക് താല്പര്യമില്ല.
പ്രിയയ്ക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തില് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ശബരി ഈ പ്രൊജക്റ്റുമായിട്ട് മറ്റാരെയൊക്കെ സമീപിച്ചെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അതെ സാർ. ആ, അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നീങ്ങുന്നതാണ് നല്ലത്. അല്ല, എന്റെ പ്രതീക്ഷ സുപ്രിയ മാഡത്തിലായിരുന്നു. ഒരിക്കൽ ഞാൻ നേരിട്ട് ഒന്ന് കാണുകയും ചെയ്തു. അല്ല, അന്ന് എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ സുപ്രിയ എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാ പറഞ്ഞത്. ശബരി കൊണ്ടുവന്ന ഇത്തരം പ്രൊജക്റ്റൊന്നും ഈ സിറ്റിയിൽ വില പോവില്ല. അതിനൊക്കെ പറ്റിയ മണ്ണ് ബാംഗ്ലൂരാണ്. ശബരി അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കുന്നതാണ് നല്ലത്. അല്ല, അതിന്റെ സാധ്യതകൾ സാറിന് അറിയാത്തോണ്ടാ. അവിടെയാണ് ശബരിക്ക് തെറ്റുപറ്റിയത്. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചത്. പിന്നെ അതിൻ്റെ ഈ ഉള്ളുകളികളൊക്കെ മനസ്സിലായപ്പോൾ കൈ പൊള്ളുമെന്ന് തോന്നി. ഞാനങ്ങനെയാ. ഏത് അപകടവും മുന്നിൽ കാണാനുള്ള ഒരു 6ാം ഇന്ദ്രിയം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. ബാംഗ്ലൂർ പോലെ സിറ്റിയിൽ നിന്ന് ശബരി ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. ഈ മണ്ണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് ചേരില്ല. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. മണ്ണ് ഏതായാലും എന്താ, വിതയ്ക്കുന്നതിലാണ് മിടുക്ക്. ആ മിടുക്കാണ് ഇവിടെ വിലപ്പോവില്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, സാറിനെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെ സംശയിക്കേണ്ട കാര്യം എനിക്കെന്താ? നമ്മൾ തമ്മിൽ ഒന്നുമില്ല. അല്ല, ഈ മാഡം കുറെ കാലം ബാംഗ്ലൂരായിരുന്നല്ലോ. കാര്യങ്ങളൊക്കെ ശബരി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ പറ്റി ഒരു ബോധം എനിക്കുണ്ടാവില്ലേ? സുപ്രിയ മേനോനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ പ്രിയ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനും ബോധവാനാ. ബാംഗ്ലൂർ പോലൊരു മെട്രോ സിറ്റി താമസിക്കുമ്പോൾ കുറച്ച് അലിഗേഷൻസ് ഒക്കെ സാധാരണമാണ്. ഞാനതൊന്നും ബോധറിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഭൂതകാലത്ത് ചിക്കിച്ചിക്കേണ്ട കാര്യം എന്താ? രണ്ടുപേര് തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് വിവാഹത്തോടെയാണല്ലോ. പറയാനാണെങ്കിൽ അത്ര സുഖമല്ലാത്തൊരു പാസ്റ്റ് എനിക്കുമുണ്ട്. അല്ല, സാറെന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രിയയുടെ താല്പര്യക്കുറവിനെ കുറിച്ച് പറഞ്ഞു വന്നതാ. കുറെ കാലം സ്വതന്ത്രമായിട്ട് നടന്നല്ലേ. ഇപ്പൊ ഒരു കുടുംബജീവിതമൊക്കെ പ്രിയ ആഗ്രഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഈ ലൈഫ് വേണ്ടാന്ന് വെക്കാൻ പ്രിയ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതാണ് അവളിൽ ഞാൻ കാണുന്നത്. ഈ ഭർത്താവ്, കുഞ്ഞ്, കുടുംബം, അതൊക്കെയാവും പ്രിയ മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നത്. അത് തന്നെയല്ലേ ഒരു സ്ത്രീ ചെയ്യേണ്ടത്? നിങ്ങൾ മാരീഡ് അല്ലാത്തത് കൊണ്ട് ഫാമിലി ലൈഫിന്റെ ഊഷ്മളത അറിയുന്നുണ്ടാവില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ശബരിയുടെ ഈ പ്രോജക്റ്റില് പ്രിയക്ക് താല്പര്യമില്ല. ഇനിയൊരു മാനസാന്തരം പ്രതീക്ഷിച്ച് നിങ്ങൾ അവളെ കാണാൻ ശ്രമിക്കേണ്ട. അവൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ ഒരാൾ അവളുടെ പിന്നാലെ നടക്കുന്നത് എനിക്കും അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അല്ല, സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശരിയായ ധാരണ മാത്രമേ എനിക്കുള്ളൂ. ശബരി അവളെ കാണാൻ ശ്രമിച്ചത് നല്ല ഉദ്ദേശം വെച്ചായിരിക്കും. പക്ഷേ ഇനി അത് വേണ്ട. ഇക്കാര്യത്തിൽ ശബരി അവളെ മറന്നേക്കും. അതാണ് തനിക്ക് നല്ലത്. ഇനി നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ല, അപ്പോ വിഷ്ണു അറിഞ്ഞില്ലേ? സുഗുണേട്ടന് സസ്പെൻഷൻ ഓർഡർ കിട്ടി. ചെറിയമ്മ പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? റിവാർഡോ? എങ്കിലും ജോലി പോവാന്ന് വെച്ചാ. സ്വന്തം ജീവിതം പോയ ചെറിയമ്മയ്ക്ക് സങ്കടമില്ല അല്ലേ? പിന്നെ ചെറിയച്ഛന്റെ പത്തി ഇപ്പൊ താന്നിട്ടുണ്ട്. നാട്ടുകേസുമായി. ഇനി വിദ്യ ചെറിയമ്മ ഇവിടെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, വിദ്യ എന്ത് ചെയ്യും? അവരുടെ വീട്ടിൽ കൊണ്ടുവിടട്ടെ. അതിനുള്ള കളികളാ ഇനി എന്റേത്. അത് വേണ്ട വിഷ്ണു, അവള് പ്രഗ്നന്റ് അല്ലേ? എങ്കിൽ ചെറിയമ്മ ഒഴിഞ്ഞു കൊടുക്ക്. അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. അപ്പൊ അതിന് പറ്റില്ല അല്ലേ? ഒരു പുരുഷന് 2 ഭാര്യമാരെ കൊണ്ടു നടക്കാൻ എന്തായാലും പറ്റില്ല. നിയമപരമായി വിദ്യ ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും ഒരു ബന്ധവുമില്ല. ചെറിയച്ഛന് ഒരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വലിഞ്ഞു കയറി വന്നവളല്ലേ വിദ്യ ചെറിയമ്മ. അപ്പൊ ഒഴിഞ്ഞു പോകേണ്ടത് അവര് തന്നെ. അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടന്നേ തീരൂ. വിദ്യ ചെറിയമ്മയെ വീട്ടിൽ കൊണ്ടുവിട്ടില്ലെങ്കിൽ ചെറിയച്ഛൻ അകത്തു പോകും. ഇത് വകുപ്പ് വേറെയാ.
ചെറിയമ്മ കുറച്ചുകൂടി ധൈര്യം കാണിക്കണം. ചെറിയമ്മയുടെ ജീവിതം വെച്ചുള്ള കളിയായത്. ഒരു സസ്പെൻഷൻ കൊണ്ട് ചെറിയച്ഛൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. വിദ്യ ചെറിയമ്മ ഇവിടുന്ന് പറത്താൻ ചെറിയമ്മയ്ക്ക് കിട്ടിയ നല്ലൊരു അവസരം ഇത്.